Ladies and gentlemen, Malayalis, welcome back to yet another video. Gaming with Throne. Next Rect അഞ്ചാം പാതിര. അഞ്ചാം പാതിര ശരിക്കും നേരത്തെ റെക്കമെൻഡേഷൻ വന്നതാണേ. നല്ല പോപ്പുലറായുള്ള സിനിമയാണെന്നും അറിയാം. പക്ഷേ അത് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് പാർട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റേ ഫിഡ്ജറ്റ് സ്പിന്നറുള്ള അവനെ തൂക്കുന്ന സീനില്ലേ, അതൊക്കെ എനിക്ക് കണ്ടതായിട്ട് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഓൾസോ എനിക്ക് കുറച്ചുകൂടി കാണാൻ ആഗ്രഹമുള്ള സിനിമയാണ്, ഫുള്ള് മര്യാദയ്ക്ക് നിന്ന് കാണണമെന്നുള്ള ആഗ്രഹമുള്ള സിനിമയാണ്. കാരണം ഒന്ന്, ഞാൻ സോഫ്റ്റ്വെയറാണ്, അതുകൊണ്ട് ഈ ഹാക്കിങ്ങോ മറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ, ഞാൻ ഹിപ്നോട്ടിസം മെൻ്റലിസം ഒക്കെ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവിടെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെന്തായാലും കാണും, പക്ഷെ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത് ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ പുരുഷപ്രേതം, അത് കുറച്ച് നാൾ മുന്നേ എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഗുരുവായൂർ അമ്പലനടയിൽ റിൻഷാൻ ബ്രോ പറഞ്ഞായിരുന്നു, അത് ചെയ്യണം. പിന്നെ ഡയറി 2022 കുറച്ച് നാളായിട്ട് നമ്മുടെ യൂസർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് പ്രയോറിറ്റി ലിസ്റ്റ് ഓൾറെഡി വീണ് കഴിഞ്ഞു. കുറച്ച് നാളായിട്ട് ഞാൻ ഇവർക്ക് അഷുറൻസ് കൊടുത്തുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ചാം പാതിര ചെയ്യാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അജഗജാന്തരം പെപ്പറ്റിനു പാപ്പച്ചൻ മൂവി. സ്റ്റോറി ഒന്നുമില്ല, ബട്ട് മേക്കിംഗ് ഫൈറ്റ് പൊളിയാണ്, കണ്ടു നോക്കൂ. അത് ഞാനിപ്പോൾ എടുത്തു വെച്ചു. എൻ്റെ കാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഈവൻ ഒരു സ്റ്റോറി ഇല്ലാത്ത സിനിമയ്ക്ക് IMDb 6.7 കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല സിനിമയായിരിക്കും. ഗൂഗിൾ യൂസേഴ്സ് റേറ്റിംഗ് ഇല്ല. ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റ് സോ ഗുഡ് മാൻ. ആൻ്റണി വർഗീസ്, ലുക്മാൻ, അർജുൻ അശോകൻ, ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. ജാഫർ ഇടുക്കി, ചെമ്പൻ വിനോദ്, ഇപ്പോൾ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, സാബു മോൻ. അപ്പോൾ അത് എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്കില്ലേ പെട്ടെന്ന് ചെയ്യാം, ഫാസ്റ്റായിട്ട് റിയാക്ഷൻസ് ഇടാം. ഡെയിലി ഒന്നിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം എടുക്കുക. അജഗജാന്തരം എനിക്ക് കാണണമെന്നുണ്ട്. നല്ല മലയാളം ഫൈറ്റ് മൂവീസ് കണ്ടാൽ അത് കൊള്ളാമെന്നുണ്ട്. ആട്ടം ഞാൻ ഓൾറെഡി കണ്ടതാണ്, ചോദിച്ചിട്ടുണ്ട് ബ്രോ. അതിൻ്റെ റിയാക്ഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഫോർ നൗ വിൽ റിയാക്ട് പുരുഷപ്രേതം, റെക്കമെൻഡ് ബൈ OG വിസ്പറർ. അത്യാവശ്യം നല്ല കാസ്റ്റ് ഒരു കുറേ വെറൈറ്റി കാസ്റ്റാണ്, കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഓൾസോ 7.2 on IMDb, വിച്ച് ഇസ് റിയലി ഗുഡ്. അപ്പോൾ നമുക്ക് നോക്കാം. വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു അജഗജാന്തരം. ഒന്ന് ഓടിച്ചു വിടട്ടെ. നിയമത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ ഓടിത്തളർന്ന് നിൽക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തികട്ട് അപ്പോൾ ഈ വീട്ടിൽ തന്നെ തങ്ങും. സീരിയലാണോ ഇത്? എത്ര നേരം ഇയാളുടെ മോന്ത ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്? അതെ, ഒരു ലാർജ് ഇത് സിനിമയുടെ തുടക്കമായിരുന്നെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോന്ന് തകർക്കണം. അങ്ങനെ ഏത് വേഷം എടുത്താലും ഒന്നും അല്ല ഇരിക്കും. ഇവിടെ എന്നെയും വിളിച്ചതാണ്, ഞാൻ പോയില്ല. എനിക്ക് ഡ്യൂട്ടിയാണ് വലുത്. ചെറുക്കനാ, അവൻ പിഞ്ച് ചെറുക്കനാണെന്ന് നീ മാത്രമേ പറയൂ. 7 പ്രതിയാണ്, അറിയാം. എല്ലാരും പെട്ടേനെ ഇടേ എന്ന് പറഞ്ഞാൽ SI സെബാസ്റ്റ്യൻ നമ്മളെ പോലെ അല്ല. ഇതിനെ മനസ്സിലായിട്ടില്ല കേട്ടാ. കുമ്മളത്ത് റേഷൻ കടയിൽ മണ്ണെണ്ണ കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുത്തം പന്നിപ്പടക്കം എറിഞ്ഞ് അറിയാമോ? നമ്മുടെ കോഴിക്കോട്ടെ ആലിഫ് റേഷൻ കടയില്. അത് എടാ നമ്മുടെ വാജിദില്ലേ, നമ്മുടെ പെരുമ്പറ വാജിദ, അത് പ്ലഗ് വെച്ചോ ആര് നോക്കടാ, ആര് SI സെബാസ്റ്റ്യൻ സാർ. அந்த மாதிரி சம்பவத்துல நேரையா போய் மோதுறதுக்கு அந்த ஆளு பைத்தியம். അവന്റെ ഉമ്മയാണ് സാർ. ചിരിക്കരുതെന്ന് എനിക്കറിയാം, പക്ഷെ സോറി, അവൻ്റെ ഉമ്മയാണ്. സാറിന് 2 കിട്ടിയാലേ നന്നാവുള്ളൂ വെച്ചാൽ നല്ലോണം അടിച്ചോ. കൊള്ളാം. പറഞ്ഞാലും നമുക്ക് കേൾക്കൂല. മേല് നോട്ടെ, ശരിയാവും. അവനി എന്തെങ്കിലും അങ്ങനെ കാണിച്ചാ ഉമ്മ എന്നെ വിളിക്കണം കേട്ടോ. എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ഇനി നീ നിന്റെ താനി ഗുണം കാണിച്ചോണ്ടല്ലോ, അവന്റെ പന്നിപ്പടക്കവും ഷോയും. ഉമ്മയുടെ സ്പോർട്സ്മാൻസ്പെർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറിനൊരു നോട്ടമുണ്ടല്ലോ, പണി ഒപ്പിക്കാനാണോ? സാറിന് എപ്പോ വേണമെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. സാറിന്റെ നമ്പർ വാങ്ങിച്ചാ? അയ്യോ, ഞാൻ മറന്നു പോയതോ സാറേ. സേവ് ചെയ്തോ. 944 79 99 19. ആ സാറിനെ വിളിച്ചാൽ എന്നെ കിട്ടും. സാറ് മറക്കാണ്ട് ഗോൾഡ് വാങ്ങി കൊടുക്കും. നിനക്കൊല്ലം വേണം? എനിക്ക് വേണ്ട. ഇതിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല, അതൊരു ഭയങ്കര കഥയാ. ആവശ്യമുള്ളപ്പം വിളിച്ചോളാൻ പറഞ്ഞപ്പോ അവന്റെ ഉമ്മ ദിവസവും രാവിലെ തൊട്ട് വിളിയോടെ വിളിക്കും. അയ്യോ, ഞാൻ ഫോണും കോപ്പൊന്നും എടുക്കാനൊന്നും പോയില്ല. ഞാൻ വിളിച്ചു ഉമ്മ എന്ന് പറഞ്ഞാൽ ഉടനെ താൻ്റെ നമ്പർ എടുത്താൽ കൊടുക്കുവന്നു. ആ തള്ള എന്നെ രാവിലെ തൊട്ട് വിളിച്ച് ശല്യം ചെയ്തിട്ട് മനുഷ്യനോട് തലവേദനയായിട്ടിരിക്കുക. സാറ് നമ്പർ കൊടുക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ കൊടുക്കണ്ടേ? ஹனி கிளேஸ் சிக்கன் ഗ്ലേസ് ചിക്കൻ അതിൽ എരിയുണ്ടോ? தேன் போட்டது
ரொம்ப செம்ம இருக்கும் ഈ കോഴിയെ കൊന്നതിന് ശേഷം അതിനെ ആശ്വസിപ്പിക്കാനാണ് തേമ്പ്. சார் ஹனி போட்டால் பைல்ஸ் வராது சார் ஸ்லைஸ் பண்ணி க்ரீம் எல்லாம் போட்டு ரொம்ப சூப்பராக இருக்கும் സാറിന് പൈൽസ് ഒന്നും ഇല്ല. ഓർഡർ பண்ணுங்க സാർ ആ എടാ ഞങ്ങൾ എന്തോ കഴിക്കണം. ആലിഫാണ് സാറേ, സാറിനൊന്ന് കാണണല്ലോ. ആ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്ത് തരാം. തൽക്കാലം അത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യും. കാണാം സാറേ, കാണുന്ന പറഞ്ഞാൽ കണ്ടേ പറ്റുള്ളൂ. എടാ എത്ര മണിയായെന്ന് അറിയാമോ നിനക്ക്? എത്ര മണിയായാലും കണ്ടേ പറ്റുള്ളൂ സാറേ. ആ നീ അവിടെ തന്നെ നിൽക്ക്. ഏത് പാലം? ആ ഇത് റിസ്ക് ആണ്. ഇങ്ങോട്ട് വരാൻ പറ, അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടി റിസ്ക് ആണ്. സാറിന് അങ്ങോട്ട് ചെല്ലാന്ന് പറയാം. ഭ്രാന്ത് വല്ലതുണ്ടോ സാറേ? അതെ, സാറിന് പേടിയോ? ഇങ്ങോട്ട് വരാൻ പറ. എടാ, അത് സാർ ഒറ്റയ്ക്ക് ബാക്കപ്പ് കൊണ്ടുപോകണം. അവിടെ എത്തി സാറേ. വരുന്ന വഴിക്ക് ഒരു പൂട്ട് മേടിക്കാൻ നിർത്തി. നമ്മുടെ ആ സ്റ്റേഷനിലെ പൂട്ടിലടാ, അതങ്ങ് പോയി. ആ ആ എടാ, ഇത് സ്കെച്ചാണ്, അല്ലേ സാറേ? വേറെ ആൾക്കാരുണ്ടാവും. നീ അവിടെ തന്നെ നിൽക്ക് കേട്ടോ. ഇറങ്ങിയ പിന്നെ നമുക്ക് കറേജ് ഇല്ലാത്ത പോലെ ആയി പോകത്തില്ലയോ? അവന്റെ ബാക്കപ്പ് ഉണ്ടെങ്കിലോ എന്ത് പരിപാടിയാണ്? അവൻ വല്ലതും എടുത്ത് വെച്ച് വീക്കിരുന്നെങ്കിൽ അതെ, നഷ്ടം നമുക്കല്ലേ, സാറിനല്ലേ? ആ സാറ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കല്ല. അതെ, ഒറ്റയ്ക്കാണെങ്കിൽ വിളിക്കും ഇങ്ങനെ. അവന്മാര് രണ്ടുപേരുണ്ടെന്ന് കണ്ടപ്പോ തോക്കെടുക്ക്. ഞാനൊന്ന് പേടിച്ചു. യെസ്, വെള്ളം അടിച്ച് ബാക്കപ്പും ഇല്ലാതെ. ഈ അസമയത്ത് സാറ് ബ്രേവാണല്ലോ, ഒറ്റക്കൊക്കെ. അതാ പുറത്തുനിന്ന് ടീമിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നേക്കണാണ്. നീ സെബാസ്റ്റിനെ അല്ലേ വിളിച്ചത്? അപ്പൊ സെബാസ്റ്റിനെ വരൂ. ആരിഫേ ഫിറ്റാ, വീട്ടിൽ പോണം. നീ കാര്യം പറ. നിനക്കേ ഒരു പാർട്ട്ണർ അത്യാവശ്യമായിരുന്നു. സാറേ, സാറ് ഇരട്ടച്ചങ്കൊക്കെ ആയിരിക്കും, പക്ഷെ ഉണ്ടല്ലോ എൻ്റെ ഉമ്മ ഒരു ഭാവം. ഏ, സാറേ, സാറേ എന്ത് ഇത് മേടിക്കണം. എങ്ങനെയെങ്കിലും ഉമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് റീപ്ലൈ എങ്കിലും കൊടുക്കണം. തള്ള എന്നെ വീട്ടിൽ കെട്ടണില്ല, 2 ദിവസമായി ചോറിനിട്ട്, പ്ലീസ്. ഇതിനാണ് നീ രാത്രിയിൽ എന്നെ വിളിച്ചു വരുത്തിയത്? ആ ഇത് മാത്രം മതിയോ? അപ്പൊ കുടിക്കാൻ ക്ലാസ് എന്നായി? സോറി, ഞാൻ നടന്നത് അടിയോടടി. ആലിഫ് കത്തിയുമായിട്ട് തോണ്ടവിടെ. കായംകുളം ബാബു വേറൊരു കത്തിയുമായിട്ട് അവിടുന്ന്. ആലിഫ് എന്ന് പറഞ്ഞു. രണ്ടടിയൊന്നും നമ്മളെ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അവന്മാർ രണ്ടുപേരില്ലേ, കല്ലിങ്ങനെ വഴിക്ക് വാളെടുത്തോറ ഒറ്റ അയ്യോ, നമ്മുടെ ഭാഗ്യത്തിൽ. ആരിഫേ ബാബു, സാറിന് എന്തായാലും ഒരു ധൈര്യത്തിന് ദിലീപ് സാറിനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. പറയാത്തത് സാറിന്റെ ഭാഗ്യം. വന്നാലെന്നെ നമ്മള് കട്ടക്ക് അങ്ങോട്ട് നിൽക്കും. ആ അല്ല നല്ല ഹീറോ എൻട്രി ആണല്ലോ. ജനറലി ഒരു ഹീറോന്റെ എൻട്രി കാണിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുക. മാസ്, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ഈ ലോഫൈയുടെ പാട്ടില്ലേ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സാധനം, അതേപോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. സാറേ പുഴയുടെ ഏത് സൈഡിലായിട്ടാണ് സാർ? കുറച്ച് കഴിഞ്ഞേ എത്തത്തുള്ളൂ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കാം സാറേ. എന്നോട് ഒപ്പിക്കണം കേട്ടോ. കാലയിൽ നഖം വെട്ടണം. സാറേ ഇന്നലെ ഭയങ്കര ദേഷ്യവും ചീത്തോളിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ കുറേ പേരെ കണ്ടിട്ടുള്ളതല്ലേ, അവർ പറയുന്ന കാര്യമാക്കണ്ട. അയ്യോ സാറേ, എന്നെ അല്ല സാറിനെ. മരുന്ന് കയറുന്നെങ്കിൽ പറയണം. നമ്മുടെ മിസ്പ്ലേസ്ഡ് ആണ്. ഇത് ഇത്തേൻ്റെ മോളുടെ ആണ്. ആറാട്ടിന് പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്താണ്. കളയല്ലേ സാറേ? ആറാട്ടിനൊക്കെ വാങ്ങിച്ചു കൊടുത്താണ്. ഓക്കെ മതി. ഇതൊക്കെ വർക്കാവും മര്യാദക്ക്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആറാട്ടിനുള്ള ബൈനാക്കുലർ വെച്ച് എന്ത് ചെയ്യാൻ? ഒന്നാമത്തെ പില്ലർ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ പ്രശ്നമാവും. ഇയാൾ ഫോണും എടുക്കത്തില്ല. കേസിനെ വിളിക്കാൻ ആരെങ്കിലും പോയോ? സുബീർ പോയിട്ടുണ്ട് സാറേ. ആണോ? എന്താണെന്ന് വിളിച്ചു പറയാം. ഓ, പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? പോണെങ്കിൽ പൊക്കോട്ടെ. ആൾക്കാർ വശക്കേടായിട്ട് നിൽക്കണോ, ഇല്ലെങ്കിൽ ഉന്തി വിടായിരുന്നു. പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ മിക്കവാറും കഴിച്ചില്ല. ഒന്ന് സാറിന് അങ്ങോട്ടൊന്ന് എടുക്കാം. അതൊന്നും നടക്കുകയല്ല. ബോഡി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എടുക്കും, അങ്ങോട്ട് വന്നാൽ നിങ്ങൾ എടുത്തോണം. മനസ്സിലായോ? ശരി ശരി. സാർ, ആ കേശവനെ കാണാനില്ല. നോപ്പൊന്നും വേണ്ട, ആ കേശവൻ വരട്ടെ. കേശവനെ കാണാനില്ല. എടോ, നീ ആ കൾ ഷാപ്പ് പോയി നോക്കിയോ? ഷാപ്പിൽ നോക്കില്ല സാർ. ഷാപ്പിൽ കണ്ടിട്ട് കുറെ ആയല്ലോ. എന്നെ ഇവിടെ കാണാം, നമുക്ക് കാണാം. അങ്ങോട്ടായി പോന്നു.
അയ്യോ അയ്യോ സാറേ ബോഡി അയ്യോ അവൻ ബോട്ടാ ബോഡിയുടെ അപ്പുറത്തോടെ എടുത്ത് ഇനി അത് ഇപ്പുറത്തോട്ട് തന്നെ വരും. എടോ, ആരെടാ അവനെ പിടിച്ച് മാറ്റണം അവനെ. എടോ, അത് മാറിക്കോ, എടോ. മാറ്റണം അവനെ. ബോട്ട് മാറ്റാൻ. ബോട്ട് തന്നെയാ അല്ലേ? സാറേ ഒരു നല്ല കാറ്റടിച്ചാൽ അത് അങ്ങോട്ട് പൊക്കോളും. ഒക്കെ കഴിഞ്ഞു സാറേ. സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ മൊത്തത്തിൽ ആടുകയാണല്ലോ. ആയതുകൊണ്ട് കാര്യമില്ല, ബോഡി മോളിലല്ലേ. സാറെ കൊറിയോഗ്രാഫി ചെയ്തേ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് ഇങ്ങോട്ട് തന്നെയാ. കേശവൻ ബോഡി വലാപ്പുഴയിൽ എത്തിച്ചത് ആ ആ കേശവൻ അവൻ അതിനെ കൊണ്ടുപോയിക്കോളും. ഇങ്ങനെ ജങ്കാറിൽ ഇങ്ങനെ ആ വരും. ആ അപ്പൊ ഇങ്ങനെയാണ് സാർ അതിങ്ങനെ. ഞാനല്ല കണ്ടു സാറേ. ഇവനാ ജങ്കാറിന്റെ മുമ്പിൽ വെച്ചാൽ ഇവനാ കണ്ടത്. ഇല്ല സാറേ, ബാക്കിൽ ഇരുന്ന് അത് ഇയാളുടെ സൗണ്ടാ വന്നത്. ഇവനാ വിളിച്ചു പറഞ്ഞ ഇവനാ കണ്ടത്. അവൻ കണ്ടു ഇവൻ കണ്ടു. ആരാണോ കണ്ടത്? സാർ ഇവനതും കണ്ടു, എന്നാലും ഇയാളാണ് കണ്ടു. ഇല്ല സാർ, ഞാനല്ല കണ്ടത്. സാറേ വിശുദ്ധ പാടില്ല സാർ, പണിക്ക് പോണം സാർ. സാർ ഞാൻ പറഞ്ഞില്ല സാർ. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കണ്ട ഇത്. അതേപോലെ സാറേ കേസ് ജിംസൺ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ജിംസന് വേറെ 100 വട്ടം മണി കിടപ്പുണ്ട്. ജിംസാ ആ ടാർപോളിനെടുത്ത് അങ്ങോട്ട് വിരിച്ചേ. അതെ, ഞാൻ രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിയാണ് സാർ. താൻ ഒന്നുകൂടെ കുളിച്ചാ മതി. ചെല്ലേ. മുഖവും ശരീരഭാഗങ്ങളും വികൃതമായ നിലയിലും മുഖത്ത് രോമങ്ങളും കാണപ്പെടുന്നു. ചെറിയ കൃതാവും നരകലർന്ന മുടിയും. മുടിക്ക് ഒരു 1.5 സെന്റിമീറ്റർ നീളമുള്ളതായി. ആടാ ഇത് ചെയ്തത്. നിന്റെ വാക്യത്ത് എന്തോന്നു? നിരോധിച്ച സാധനങ്ങൾ തിരികെ കയറ്റി വെച്ചിരിക്കാണില്ല. ഇത് എവിഡൻസ് ആടാ. അയ്യോ സാറേ, സ്വർണ്ണോർത്ത് എടുത്തതാ സാറേ. സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. അയ്യോ വേണ്ട സാറേ. അവനിപ്പോ എത്രയോ വിലയെന്ന് അറിയാം നിനക്ക്. എടുക്ക. ഇപ്പൊ സോപ്പിന്റെ വേണമാണ് എനിക്ക് അലർജി. ഓർത്തുണ്ട് വേണപ്പോ കുളിച്ചിട്ട് നീ ഒരു വേടിതാ സഹിച്ചാൽ മതിയല്ലേ. പിടിച്ചപ്പുറം കിട്ടിയിട്ട് കഥയ്ക്കൊന്നും ചൂടായില്ലല്ലോ. ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വീട്ടിനകത്ത് കരച്ചിൽ ലോഫൈ മ്യൂസിക് വെച്ച് കേൾപ്പിക്കുന്ന ആദ്യത്തെ സിനിമ. ഒന്ന് മാറാൻ വേണ്ടിയാ. ഇനി അതിന്റെ നാറ്റം മാറാൻ എന്തോ വലിക്കും. ട്രൈഗ്ലിസറൈഡ് കൂടുവേ. ട്രൈഗ്ലിസറൈഡ്? അച്ഛാ, ചേട്ടന്റെ അമ്മയ്ക്ക് നെഞ്ചുവേദനയാന്ന്. ആശുപത്രിയിൽ കൊണ്ടുപോകണം. പോണം. ആണുങ്ങളാരെങ്കിലും ചെല്ലണം പോലും. അല്ല, ശനിയാഴ്ച സൂപ്പർ സ്റ്റാർ ജൂനിയർ കാണാനല്ലേ? അന്ന് ഫൈനലാണ്, കാണണ്ടേ? സൂപ്പർ സ്റ്റാർ വീണ്ടും പോവായിരിക്കും സെക്യൂരിറ്റി പണിക്ക്. പോകേണ്ടി വരും. ആളും നാറ്റമുള്ളൊരു ശവം, അതിന് നെഞ്ചത്തെടുത്ത് വെച്ചോണ്ട് നമ്മുടെ കേശവൻ കാവലിന് അച്ഛനും ഞാൻ കണ്ടു. ആരെങ്കിലും ഒക്കെ അത് ചെയ്യണ്ടേ? അതെ, ആരെങ്കിലും അത് ചെയ്യണ്ടേ? എന്താണ് ന്യൂജൻ പിള്ളേർക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെയ്യേണ്ട പണിയാണെന്ന് ചിലർക്ക് ധാരണ. എനിക്ക് മനസ്സിലാവും. അതിന് വളം വെച്ച് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സെബാസ്റ്റ്യൻ സാർ ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി. അതെ. മേലുദ്യോഗസ്ഥർ പറഞ്ഞാൽ ഞാൻ ഇറങ്ങും. മേലും വയറ് നിറയും, അതാണ് പ്രശ്നം. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിന്നെയൊക്കെ തീറ്റി പോയിട്ട് ഈ നിലയിൽ ആക്കി നിർത്തിയിരിക്കുന്നത്. തിരിച്ച് പറ ജഗദീഷ് ചേട്ടാ. ബോഡി ഐഡന്റിഫൈ ആൾ വന്നിട്ടുണ്ട് സാറേ. അവൻ്റെ ഒരു വല്ല് പോയിട്ടുണ്ട്. മുകളിലത്തെ പല്ല, താഴത്തെ പല്ല? മേലിൽ വലത് സൈഡിൽ ഇവിടെ. സ്വർണ്ണം ഇടാനുള്ള യോഗമൊന്നുമില്ല. അഡ്രസ് പറഞ്ഞു. കളത്തിപ്പറമ്പി വീട്, സ്വർണം മുക്കിയോ? എറണാകുളം. സ്വർണം ഐഡന്റിഫൈ ചെയ്യാൻ ആളില്ലല്ലോ. വേറെ ആരും വന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആരുടെയെന്ന് അറിഞ്ഞാലേ ബന്ധുക്കൾ ആരെന്ന് അറിയാൻ പറ്റും. ഇവിടെ തൻ്റെ കേസല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കാം. താമന്നേ സ്ഥലമില്ല, വേറെ ബോഡികൾ വെക്കണ്ടേ? ഞാൻ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയോ? കഴിഞ്ഞ മാസം റെയിൽവേ പാളത്തിൽ നിന്നിട്ട് ബംഗാളിയുടെ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ബന്ധുക്കളല്ലേ? സാർ, ആ കേസ് ഇപ്പൊ തിരിഞ്ഞു വന്നിരിക്കുക. മരിച്ചത് ബംഗാളിയല്ല, ബീഹാറുകാരനാണെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. അത് കാണുന്നുണ്ടല്ലോ സാറേ. ബോഡി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 5-6 ദിവസമായില്ലേ? ചാടിയപ്പോൾ ഇടിച്ചതായിരിക്കും, അല്ലാതെ അടിച്ചു പൊട്ടിച്ചൊന്നുമല്ല. ഒരു സാധ്യതയില്ല. അവിടെ ചിലപ്പോൾ ആരെങ്കിലും സ്ഥലത്ത് ചാടിയതായിരിക്കും. ഇല്ലേ? ആയിരിക്കും. ആരാന്നല്ല തിരിച്ചറിഞ്ഞ ഫോറൻസിക് ടെക്നീഷ്യൻ ആണോ? കാരണം ഫോറൻസിക് റിപ്പോർട്ട് ഇതെല്ലാം ഉണ്ടാവേണ്ടതല്ലേ? ഇങ്ങനെയാണോ പറയുന്നത്? പ്രൊഫഷണൽ. കൂട്ടമരണം നടക്കുമ്പോ മുഴുവൻ ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്യോ അതോ സാമ്പിളിന് 1-2 മാത്രമേ ചെയ്യുള്ളൂ? അത് സമയം പോലെ. പക്ഷെ ഞാനാണെങ്കിൽ എല്ലാം ചെയ്യും. ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ല. മിസ് കോളൊക്കെ അല്ലേ? ആ ഗ്ലാസ് കയറ്റിയുടെ AC തണുപ്പ് പറഞ്ഞു. സെബാസ്റ്റ്യൻ സാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്നിട്ട് എന്താണ് അമ്മയുടെ ചീത്തവിളി പറയുമല്ലോ. അവിടെ കനാലി പൊങ്ങി. വിശക്കുന്നുണ്ടോ? വിശപ്പില്ല. വേണമെങ്കിൽ നമുക്ക് നിർത്താം, വല്ലതും കഴിച്ചിട്ട് പോവാം. വേണ്ട, വിശപ്പില്ല. ഓ മാൻ, ഷിഫ്റ്റ് ചെയ്തോ? കട്ടിലും മെത്ത ഒന്നുമില്ലേ?
സൂസി ഉണ്ടല്ലോ, സൂസി നമ്മുടെ സൂയിസൈഡ് സൈമൺ. എടോ ഇരട്ടക്കൊലപാതക കേസിലെ Suicide പ്രതിയൊന്നുമല്ല. Simon. വല്ല പാവപ്പെട്ട ഓട്ടോക്കാരോ അതിപ്പോ ഒരു കാര്യം ചെയ്താൽ മതി, ആ ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ കറക്റ്റ് ആയിട്ട് പിടിയും. ഇതൊക്കെ എന്തിനാണ്? ആ പെറ്റി കേസിൽ പെട്ട വല്ല മുച്ചീട്ട് കളിക്കാർ. എസ് ഐ സെബാസ്റ്റ്യൻ. റോജർ ഹിയർ സാർ. നീ എവിടാ? ഇപ്പൊ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്പൈ വർക്കിലാണ് സാർ. ഞാനേ Spy. എന്നാലെ പോലെ വേണ്ടേ? സാറ് വീടിന്റെ എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ ഒരു 1 o'clock പൊസിഷനിൽ തിരിയണം. അവിടെ ഭിത്തിയിൽ നിന്ന് 4 ഇഞ്ച് മാറിയിട്ട് ഒരു ഷൂറെ കാണും സാർ. എന്ത് പരിപാടിയാണ്? അയ്യോ അവിടെ അമ്മയൊക്കെ ഉള്ളതല്ലേ. എന്നെ കൊണ്ടുപോണ്ട. അവനിപ്പോ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ആ മോളെ വാ. അയ്യോ, എന്തു പറ്റി മോളെ? എത്ര മാസമായി? ഗ്യാസിന്റെ അമ്മ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ എന്താ കഴിച്ചേ? അതാ മുഖമൊക്കെ ആകെ വിളറിയിരിക്കുന്നേ. വാ വാ കേറ്. എന്റെ പൊന്ന് സാറേ, ഈ പൊരിഞ്ഞ വെളുത്തി കൊച്ചിനും കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ. വാ കേറുക. സാറേ കേറുക, അങ്ങോട്ട് ഇരിക്കാം. സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ എടുത്തു. എന്റെ പൊന്ന് സാറേ, എന്റെ ഈ വീട് കണ്ടിട്ട് ഇവിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടെന്ന് സാറിന് തോന്നുന്നു. കലങ്ങി കിടക്കാന്നേ. എന്റെ സാറേ, ആ പ്ലംബർ ചേർക്കനെ വിളിച്ചപ്പോഴേ അവനൊരു പെണ്ണിനെ കൂടി ലോഡ്ജിൽ പോയെന്നോ പോലീസ് വിളിച്ചെന്നോ പറയുന്നത് കേട്ടു. സാറേ ചൂടുവെള്ളം എടുക്കട്ടെ കുടിക്കാൻ. ബോഡി മോർച്ചറിയിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്നാ സൂപ്രണ്ട് പറയണത്. ചേംബർ ഫുള്ളാ. പോരാത്തിന് എന്നൊരു VIP ബോഡി വരുന്നുണ്ട്. അതിന് 3 ദിവസം ആയില്ലല്ലോ. VIP ബോഡിയാ. അല്ല സാർ, 72 മണിക്കൂറായി. ബോഡി ആകുമ്പോ VIP പലതും പറയും. അപ്പൊ നമ്മൾ പോലീസുകാരെന്ത് പറയണം? നബീസു, എടിയാ SI സാറും ഭാര്യയും വന്നിട്ടുണ്ട്. കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? വല്ല ചിപ്സോ മിച്ചറോ വല്ലോ? ഉണ്ണിയപ്പരിപ്പുണ്ട്, എടുത്തോണ്ട് വരട്ടെ. ബഷീറിന്റെ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവിടെ അല്ലെന്നാണ് സാർ പറഞ്ഞത്. അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ പൊതുശ്മശാനത്ത് കൊണ്ടുപോയി സാറേ നമസ്കാരം. കുഴിച്ചിടുമോ അതോ കത്തിക്കോ? കുഴിച്ചിടും സാർ. ആ അപ്പൊ സാറിന് ഇവിടെ ഞാൻ ഇവിടെ മുൾമുര നിൽക്കോ? എന്തു പറ്റി സാർ? ഞാൻ വരണോ സാർ? ഹലോ, ഞാൻ അങ്ങോട്ട് വരണോ സാർ? എന്റെ പൊന്ന് ദിലീപേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യേ. അത്രയും ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മുൾമുനയില് കഥകൾ എന്തൊക്കെ കളറാണോ? ഇപ്പൊ കുറഞ്ഞ എന്റെ അമ്മേ. മോളെ നീ ടോയ്ലറ്റിലൊക്കെ പോയില്ലേ? വയറുവേനൊക്കെ മാറിയില്ലേ? ചിരിക്കുന്നു റെസ്റ്റ് എടുക്കാം. കള്ളച്ചിരി. മോളെ ദേ ഒരു ഉണ്ണിയപ്പം കൂടെ കഴിക്കാം. വേണ്ട, ഒരു ഉണ്ണിയപ്പം കൂടി കഴിക്കും മോളെ. സ്നേഹിച്ച് കൊല്ലുവാണല്ലോ. നല്ല ടേസ്റ്റാ. മോളോറിനും കൂടി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 4. കേട്ടോ സാറേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഭാഷം തന്നെ പടച്ചോ നമുക്ക് ബഷീറിനെ തന്നു. അപ്പൊ ശരി, താങ്ക് യു. ചെടി കൊടുത്തിടുന്നു. വാ. എന്നാ ശരി. ഗവൺമെന്റ് ഡേ ആണോ? ഞങ്ങൾ നോക്കിയിരിക്കായിരുന്നു. എവിടെയാണിത്? 6 കഴിഞ്ഞില്ല. ഞങ്ങക്ക് വീട്ടിലൊന്നും പോകുന്നു വേണ്ടേ? 5 ദിവസമായിട്ട് വെള്ളത്തിൽ കിടന്ന് ചീർത്ത ബോഡിയാണ്. 5 ദിവസം. ഇവിടെ എവിടെയെങ്കിലും സൗകര്യമായിട്ടൊന്ന് മറവ് ചെയ്തേരെ. അപ്പൊ ആരും തിരിച്ചറിഞ്ഞില്ലേ? ആരും വന്നില്ലടേ. മോർച്ചറിയിലാണെങ്കിൽ സ്ഥലമില്ല. അപ്പൊ ഇനി ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ നടക്കും? സെബാസ്റ്റ്യൻ സാറോ? എന്ത് സാറിന് ഈ വഴിക്കൊന്നും കാണാനല്ലോ സാറേ. എന്തിന് അങ്ങനെ കണ്ട്രാക്കടി കേൾക്കാനാ? അയാള് വന്നാ നിന്നെ ഒന്ന് തറയിൽ നിർത്തില്ലടാ. ആള് ഭയങ്കര ചുണ്ടിക്കാരനാ. വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സാറേ ബോഡി ഇനി താഴെ പറ്റൂല, കോപ്പറേറ്റ് അടിക്കും. അതൊന്നും എല്ലാം ചെയ്തോണം. അത് പിന്നെ പറയാനുണ്ട് സാറേ ഇതടേ വല്ലതും സാറേ. എടേ, ഇതിനുള്ള പൈസ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നല്ലേ? നമ്മൾ എവിടെ നിന്നിട്ട് വരും? ദർശന എന്റെ ഭാര്യയും കൂടെ പോലീസ് ഇറങ്ങാനാണ് നമുക്ക് ലാഭം. ഞാൻ മാറ്റി തരാം. CCTV അടിച്ചിട്ടുപോയി. നീ പരാതി കേൾക്കാനാണ് പരാതി പറയാനാ വന്നത്? ഇവിടെ ബൂട്ട് തുറന്നു നോക്കിയപ്പോ തനിക്ക് മനസ്സിലായില്ല അതിൽ നിലവിളക്കം പറയൊക്കെയാണെന്ന്. അതെ സാർ, എന്തെങ്കിലും ഡേസിയറി ഉണ്ടെന്നറിയാം. പിന്നെ ആ വണ്ടി ഓടിച്ച പയ്യന്റെ കണ്ണു വല്ലാതെ ചോന്നിരുന്നു. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നിയപ്പോ എടോ അവന്റെ പെങ്ങളുടെ കല്യാണമാണെന്ന്. അതിന്റെ തലേദിവസം ഉറക്കം നിന്ന് തന്നെയാണ് അവന്റെ കണ്ണു വന്നിരിക്കുന്നത്. എടോ ഇതിന്റെ പ്രൊഡ്യൂസറുടെ മോനാണിത്. ഇതിന്റെ അതുകൊണ്ടാണ് സാറിന് ഇത്ര റോളെങ്ങനെ തെറിച്ച സ്നേഹം. തൊപ്പിയാൻ തെറിപ്പിക്കും. ചെയർമാനെ ഓഫീസിൽ പൂട്ടിയിടും അല്ലടാ? അടിച്ചോളൂ സാർ, പ്രിൻസിപ്പലിനാണ് പൂട്ടിയിട്ടത്. പാർട്ടി ഓഫീസിൽ വിളിച്ചു പറഞ്ഞല്ലേ സാറേ? എന്നാ ഞങ്ങൾക്ക് അവിടെ പോകാമോ? അവരോടും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടി സാറേ, ഇതാ അൺഐഡന്റിഫൈഡ് ബോഡിയുടെ ആളായിരിക്കും. ഇങ്ങോട്ട് വിട്ടെ അങ്ങോട്ട് പോയിക്കോളാം. ഒന്ന് പറഞ്ഞു. സാറേ എനക്കൊരു കട്ടൻ ചായ. ആരാണ് മിസ്സിംഗ്? നിങ്ങളുടെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡ്. ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റേ ഞാൻ വിചാരിച്ചു മൃതശരീരം കുറച്ചുകൂടെ പ്രായമുള്ളൊരു വ്യക്തിയാണ്. ദർശന ലുക്സ് വെരി യങ്. അത് കയ്യിൽ വെച്ചു.
ഈ പുള്ളിക്കായിരിക്കും നാപ്പത്തഞ്ചാ? അനിയൻ വന്നിട്ടുണ്ട് മറ്റേ ചീഞ്ഞ അറിയാം അതിന്റെ ആളാണ്. എന്തോ സംതിങ് ഫിഷി ഹിയർ. കണ്ടത് ലേറ്റ് ആയിട്ടാ സർ. ആ അച്ഛനാണെന്ന് ഡൗട്ടുണ്ടോ? അല്ല, ബോബി എൻ്റെ ഹസ്ബൻഡാ. അതെ, സാറിന് പരിചയമുണ്ടോ? ചുമ്മാ നോക്കിയാ സാറേ. നോക്കണ്ട. കടുവന്ത്ര ബോബിയുടെ വീട്ടില്. കടവന്ത്രയിൽ എവിടെ? ഗാന്ധിനഗർ 2nd ക്രോസ്. നമ്മുടെ മമ്മൂട്ടിയുടെ വീടിന്റെ മമ്മൂട്ടി ഇപ്പോൾ അവിടെ സാർ, പനവള്ളിയിലോട്ട് മാറി സാർ. സാറേ നമ്മുടെ കുഞ്ചന്റെ വീട് എവിടെയാ? അല്ല മറ്റേ ആ 40% ഇളംകുളത്ത് ദുൽഖർ ഒരു സ്ഥലം മേടിച്ചു സാറേ, ഇളംകുളത്ത്. എന്നിട്ട് അവര് ഇതുവരെ മാറിയില്ല അങ്ങോട്ട്. സായി, കപ്പ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫയൽ ചെയ്തായിരുന്നു. FIR കോപ്പി ഉണ്ട്. മാഡം നാരങ്ങ വെള്ളം അന്വേഷിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു. അല്ല, ഒരു കാരണമില്ലാതെ അങ്ങ് പോവാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെന്റൽ ഇഷ്യൂ, അതെ, ചോദിക്കും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. സാർ എന്തോ പുള്ളിക്കാരുടെ കഥയിൽ എന്തോ കുഴപ്പമുണ്ട്. ഓറഞ്ച് ജ്യൂസ് മതി. ഓറഞ്ച് തരാമെന്ന് SHO പറഞ്ഞിട്ടുണ്ട് സാർ. ഇനി പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ടും കൂടെ ഇയാളെ തട്ടിയിട്ട് ദിലീപ് സാറിനെ ഇയാളെ അച്ഛനാന്ന് വെച്ചാൽ അയാളുടെ എന്തെങ്കിലും അടിച്ചു മാറ്റാനുള്ള പ്ലാൻ. പക്ഷെ ആ മോതിരം അടിക്കും അവസാനം ഇതിന്റെ. എന്നിട്ട് അല്ല സർ, ഒരു ശബ്ദം കേട്ട് ഇറങ്ങി ടോർച്ചും എടുത്ത് ഇറങ്ങിപ്പോയതാ. എന്ത് ശബ്ദം? ഒരു നിഴല് കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് വീട്ടില് എല്ലാ ഡോറിലും ലോക്ക് ഉണ്ട്. വണ്ടി നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ടയർ പഞ്ചറായി പോയി. അലൂര് വരെ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ സുബീർ ഉണ്ടല്ലോ അവിടെ. ഉണ്ട് സാറിന്റെ പെർമിഷന് വേണ്ടി. യെസ് സർ. നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമോ? ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് കുഴപ്പമില്ല കാണിച്ചിട്ടുണ്ട്. ഇതാണോ അനിയൻ? അവിടെ വെക്ക്. ഇത് മറ്റേ ചീഞ്ഞ താൻ കാര്യം ചെയ്യാം. അതിന്റെ ഫോട്ടോസും ആ റിപ്പോർട്ടും എല്ലാം കൊണ്ടുപോവാ. സർ. യെസ്, ബോഡിയിൽ പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡ് എന്ന് പ്രായം വരും? 45 ഇല്ലായിരുന്നു, 1.5 ഇഞ്ച് കുറവായിരുന്നു. നിങ്ങളെക്കാട്ടി ഹൈറ്റ് കുറവാണ് അല്ലേ? റിപ്പോർട്ടാണോ സാർ? എൻ്റെ ലൈസൻസ് കളഞ്ഞു പോയി സാർ. ലൈസൻസ് എവിടെ പോയി സാർ പേഴ്സിൽ വെച്ചിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ രേഖകളാണ് ലാഘവത്തോടെ നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ പോയി ഒരു FIR ഫയൽ ചെയ്ത്. ഫോട്ടോ ആൻഡ് ബോഡി മാച്ച് ആവുന്നില്ല. സർ കണ്ട് ഐഡന്റിഫൈ ചെയ്യട്ടെ. ആ ബോഡി ഇന്നലെ രാത്രി മറവ് ചെയ്തില്ലേ? നിങ്ങളും കേട്ടതല്ലേ പറയുന്നത്? നിങ്ങൾ പറയുന്ന അടയാളം വെച്ചിട്ട് അത് മാച്ച് അല്ല മാഡം. സ്റ്റേഷൻ കൂടെ ഒന്ന് കൊടുത്തേക്കണം. എല്ലാം ചെയ്യുന്നുണ്ട്. അവരന്വേഷിക്കട്ടെ, അവരന്വേഷിച്ചോളും. ഒന്ന് കാണാൻ പറ്റുമോ? നമ്മളത് പറയ ചെയ്തില്ലേ? നിങ്ങൾ പറയുന്ന ഐഡന്റിറ്റീസ് ഒന്നും മാച്ചല്ല. നിങ്ങൾ സമാധാനത്തോടെ പൊക്കോ. എന്ത് കുഴപ്പമുണ്ടല്ലോ ഇവിടെ. സാറ് വന്നല്ലോ, ഇനി മിണ്ടിക്കോളൂ. ഞാൻ നോക്കിയോളാം. എപ്പോ വന്നായിരുന്നു? ഞാൻ ഉച്ച കഴിഞ്ഞപ്പറ്റി. സാർ ഒരു 300 രൂപ ഉണ്ടാവോ? അമ്മയ്ക്ക് പാസ് മേടിച്ചു കൊടുക്കാനാ. എന്ത് മേടിച്ചു കൊടുക്കാൻ? അയ്യോ അല്ലല്ല, എൻ്റെ അമ്മയ്ക്കേ. ഇനി പോയി വെച്ചുണ്ടാക്കിയൊക്കെ വയ്യ സാറേ. ടാറ്റാ, നാളെ കാണാവേ. ഹോസ്പിറ്റലിൽ പോവാൻ. നീ ആ തന്നേടാ അതേ കൊണ്ടുവരും തന്നെടാ. മറ്റുള്ളവരെ പോലെ ഇരിക്കാൻ പറ്റുമോ? ഈ പുള്ളിക്കാരി പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ മാർക്കിൽ ആ മോതിരം ഉണ്ടായിരുന്നു. മോതിരം ഐഡന്റിഫിക്കേഷൻ അല്ല, സ്റ്റിൽ അവന് തോന്നണില്ല പോലും. കടന്നുണ്ടോ? എന്തായാലും കോടതിയിൽ നാരങ്ങ വെള്ളം കൊടുക്കുന്ന പദ്ധതി ഒന്നുമില്ലേ? നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. സാർ ഇവര് മറ്റേ മിസ്സിംഗ് കേസിന്റെ നീ വണ്ടി ഇടാ. മാഡം ഞാനൊരു മീറ്റിങ്ങിന് പോവാം. നിങ്ങൾ കയറി CA സാറിനെ കാണാം. സാർ അധികം സമയം എടുക്കില്ല സാർ. മാഡം അത് ബറി ചെയ്തില്ലേ? നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? സാറേ അവരൊന്ന് കണ്ടോട്ടെ സാറേ. നിയമപ്രകാരം കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സാറേ. 3 ദിവസം വെച്ചാലും മതി. ഇന്ത്യൻ അനാട്ടമി ആക്ട് സാറിന് അറിയാലോ സാറേ. ചുമ്മാ അങ്ങ് കയറി കുച്ചിടാൻ പറ്റുമോ സാറേ? സാറിന് പുറത്തെടുക്കാനുള്ള അധികാരം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക്. എന്ത് പറഞ്ഞാലും അത് ഇവരുടെ ഹസ്ബൻഡ് അല്ല സാറേ. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നിട്ടില്ല. മാഡം പറഞ്ഞ ഐഡന്റിറ്റീസ് പലതും ശരിയാണെങ്കിലും ചിലതൊന്നും തീരെ മാച്ചിങ് അല്ല. പലതും ശരിയാണോ? ഹെയർ ഡേയുടെ കാര്യം മാഡം പറഞ്ഞത് ഇവരുടെ ഹസ്ബൻഡ് ഹെയർ ഡേ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളാണെന്നാണ്. എന്നാൽ ആ ബോഡിയിൽ ഹെയർ ഡേയുടെ ട്രേസ് പോലും ഇല്ല. ബോഡിക്ക് ഇവരെക്കാട്ടിലും ഉയരമുണ്ട്. അയ്യോ, അത് ഭയങ്കര വലിയ ഡിഫറൻസ് ആണോ? തീരെ മാച്ചല്ല സാറേ. എന്നാലും അവരൊന്ന് കണ്ടോട്ടെ സാറേ. എന്തിനാ സാറേ ഹൈറ്റൊക്കെ ഇത്ര ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇട്ടത് മാന്തി എടുക്കൽ വലിയ പ്രൊസീജിയർ ബാധകമാണ്. മാഡം അത് നിങ്ങളുടെ ഭർത്താവല്ല. മാഡം സമാധാനത്തോടെ പോകും. കടവശപ്പശകം തോന്നുന്നു. എനിക്ക് കൊണ്ടിട്ട് അങ്ങോട്ടും ഇഷ്ടമാണ് സാർ. എന്ത് കഷ്ടം? അവരുടെ ഭർത്താവും പോയി. അയാൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ.
അവരിത് ആ സ്റ്റേഷന്റെ നടയിൽ വന്ന് കുത്തിയിരിക്കും. ശവം തിരിച്ചറിയാം. നമുക്ക് 45 വയസ്സുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്റെ അഭിപ്രായത്തില് ദർശൻ looks so young, bro. ശരിയായില്ല സാർ. നീ പ്രോട്ടോക്കോളല്ലേ? ഒന്നുമില്ലല്ലോ, ആ ശവത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? വേണ്ടേ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സാർ, എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാറൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ അത് ഇങ്ങോട്ട് തന്നെ. അത് പക്ഷെ ഒഴുക്കൊക്കെ ആയിട്ടെ, അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒഴുകി പോയതൊക്കെ അങ്ങോട്ട് പോട്ടെ. മമ്മൂട്ടിയുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു മാൻ മിസ്സിംഗ് കേസ് അറിഞ്ഞൂടാ? അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. മറക്കാൻ വഴിയില്ല, അവളിച്ചിരി സുന്ദരിയൊക്കെയാ. ഓ സാറേ, ഞാനിപ്പോ കുടുംബമൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കുക. നീ ഒന്ന് ഓർത്ത് നോക്കി, രാത്രി അവരെ പൂട്ടി അതെല്ലാം ഉടായിപ്പ്, ഫുൾ ഉടായിപ്പ്. തിരിച്ചു വന്നില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള കൂടുമ്പോഴേ ഒരു കുത്തിക്കഴപ്പ് വരും. കേസുണ്ട്. അവരെ ഒരു ബോഡി ക്ലെയിം ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ വന്നായിരുന്നു, ഒരു പുഴുത്തളഞ്ഞ ശവം. ഓ, അവരൊരു പാവം സ്ത്രീ സാറേ, അവരുടെ ആണെങ്കിൽ കൊടുത്തേക്ക്. എന്ന് വെച്ചാ അയാളുടെ ടോർച്ച് നമുക്ക് കിട്ടിയ സ്ഥലം അതൊരു പഴയ വീടിന്റെ ഫ്രണ്ടിലാണ്. ആ വീട്ടില് പണ്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. രാത്രി ഒരു 11 മണി കഴിഞ്ഞ പിന്നെ ആരും ആ വഴിക്ക് പോകത്തില്ല. എങ്ങനെയാ ആ മരത്തിന്റെ ചില്ലേ കയറിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. 7 പേര് തൂങ്ങിച്ചു. സംഭവം അറിയാവുന്നവരൊക്കെ പറയുന്നത് അവിടെ പ്രേതം ഉണ്ടെന്നാ. കഥയുടെ റൂട്ട് മാറുകയാണല്ലോ. ഇത് ഹൊറർ മൂവി ആവോ? ഒരുമിച്ച് ചായ ഇല്ല, ഇതൊരു പ്രത്യേകതര സിനിമാറ്റോഗ്രഫി സ്റ്റൈലില്ലേ. പിന്നെ മേളത്തെ ഹാഫില് പകർച്ചവ്യാധികൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സർ, കടവന്തറ സ്റ്റേഷനിൽ നമ്മൾ ലൈം ജ്യൂസ് മാത്രമല്ല സർ, ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. ഓ, ബിസ്ക്കറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷേ ബാക്കിയുള്ള സ്റ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ചേവര, പാലാരിപ്പട്ടം. ദിസ് ഇസ് നോട്ട് ബ്ലഡി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സർ. ഇരിക്കും ഓവർ സ്മാർട്ട് ആവാതെ. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് ഒരു പരിഹാരം. നല്ലപോലെ വെയിൽ കൊണ്ടാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡിസ്കസ് ചെയ്യാമോ? ഓ, യു സെൻഡ് മീ an email probably next week. ഒരു 7-8 പേര് തൂങ്ങിച്ചത്തിട്ടുണ്ട്. ആ മരത്തിന്റെ ചില്ലയില് അവരൊക്കെ എങ്ങനാ കയറിയെന്ന് സംഭവം. നീ പോയിട്ട് നാളെ വന്ന് താക്കോല് വാങ്ങിച്ചു. ഈ പോലീസുകാരും ഡോക്ടർമാരും ഒരിക്കലും സമയം പാലിക്കാറില്ല. ബോഡി കണ്ടൊന്ന് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ കിടക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. മാഡത്തിന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദേഹത്ത് എന്തെങ്കിലും ആഭരണങ്ങളുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല, ഉറപ്പാണോ? സമാധാനം. മാഡം, ഇത് മാഡത്തിന്റെ ഭർത്താവിന്റെ ബോഡി അല്ല. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം സെബാസ്റ്റ്യൻ സാറിന്റെ ഇൻഫറൻസ് കറക്റ്റ് ആയിരുന്നു. സാറ് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മാഡം. ഞങ്ങൾ ബോഡി കുഴിച്ചു മൂടി, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇനി പുറത്തെടുക്കാൻ വല്ലതും പറ്റുമോ? മാഡത്തിന് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സെബാസ്റ്റ്യൻ സാർ മാഡത്തിന്റെ ഭർത്താവ് അല്ലെന്ന് പറഞ്ഞാൽ അതിന് അപ്പീലില്ല. എന്ത് കഥയിൽ എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അനിയൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ സംതിങ് ഈസ് ഓഫ് അബൌട്ട് ഹിം. 6 months ലേറ്ററോ? അപ്പോഴേ ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഇപ്പൊ പോയാലേ തിരുവനന്തപുരത്തിന് സമയത്തിന് എത്താൻ പറ്റത്തുള്ളൂ. മതി മതി, അമ്മ അത് പറയാതിരിക്കായിരുന്നു. മഴ മാറിട്ട് പോയാ മതി. ഒരു 1/2 മണിക്കൂർ ഇപ്പൊ ചോറെടുക്കാം. മോളുടെ വയറുവേനൊക്കെ മാറിയോ? ഓ, ചേട്ടൻ തിരുമ്മിയിട്ട് വയറുവേന കുറഞ്ഞു. കണ്ടോ, കൊച്ചിനെ അമ്മ എപ്പ ചോറെടുക്കാവേ? അയ്യോ അമ്മ ഇരിക്ക്, ഞാൻ എല്ലായിടത്തും നല്ലോണം തിരുമ്മി, വയറുവേദന പോയി. നമ്മളെന്നാ ഇറങ്ങട്ടെ? ചിലര് തൊട്ടാ മതി, വേദന അങ്ങ് പോവാൻ. സമയം പോലെ ഒന്ന് നടുവിന് പിടിച്ചേക്കണേ. മര്യാദക്കൊക്കെ നടക്കാൻ, അല്ലേ ഇടിച്ചവന്റെ കൂമ്പിയാൻ നോട്ടും കേട്ടോ. ഓ, ഇടിച്ചിട്ടാണേലും ചവിട്ടിയിട്ടാണേലും മോള് ചേട്ടനോടൊന്ന് പറഞ്ഞ അമ്മയുടെ നടു ഒന്ന് ശരിയാ. ഇത് മറ്റേ ആലിഫിന്റെ അല്ലേ? അപ്പൊ സിവിൽ ഡ്രസ്സിൽ വന്നാ മതി, പെട്ടെന്ന് വാ. ഓ, ഞാൻ അവരോട് പറഞ്ഞാണ് സാർ മജിസ്ട്രേറ്റിനെ പോയി കാണാൻ. അവര് വരുന്നതിന് മുമ്പ് നമ്മള് കുഴിച്ചിട്ട് പോയില്ലേ. എന്ത് സീനാണ്. താനേതായാലും കാരണം മൊത്തം ഒരു വികാരം ഇല്ല. അത് മറ്റേ ലമ്മു വച്ചിരിക്കുന്നുണ്ട്. ഇൻഫോടാ ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവമായിരിക്കും. ഇരുന്നു ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്താ സർ? നിങ്ങൾ കൊടുത്ത കേസിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു.
അപ്പം തേഴ്സ്ഡേ ഫ്രീ അല്ലേ? എത്ര മണിക്കാ സാർ? നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് ചെല്ലുന്നു, ടപ്പിനെ കുഴിക്കുന്നു, ടപ്പിനെ ബോഡി എടുക്കുന്നു, മാഡത്തിനെ പക്ഷെ കാണിക്കുന്നു. ഇപ്പൊ ഇനി കുഴിച്ചിട്ട് എന്തിനാണ്? മാഡത്തിന് 6 മാസം കഴിഞ്ഞില്ലേ? നമ്മളെല്ലാവരും കൂടെ ടപ്പിനെ തിരിച്ചിങ്ങി പോരുന്നു. പിന്നെ ആ കുഴിച്ചെടുത്ത ബോഡി നമ്മൾ ടെസ്റ്റിന് അയക്കുന്നു. DNA ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ അത് സൂപ്പർ ഇമ്പോസിഷൻ അയക്കും. എല്ലാം കൂടെ ഒരു അരമണിക്കൂറിൻ്റെ പ്രോസസ്സ്. അവർ നോ എന്ന് പറയുന്നു, കേസ് ക്ലോസ് ആവുന്നു. സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയർ അല്ലേ, പ്രോസസ്സ് അല്ലേ? മാഡം നിങ്ങളെടുത്ത റൂട്ടാണ് റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ റോങ് അല്ല. അപ്പം നമുക്ക് കാണാം. പ്രത്യേക സിനിമ സ്റ്റേഷനിൽ നിന്ന് പറിച്ചെടുത്ത റോസപ്പൂ. പുതിയ തഹസീൽദാരാണോ? അതെ. ആ നന്നായി. പണ്ടൊരു തഹസീൽദാർ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, പുതിയ തഹസീൽദാരുടെ വീട് എവിടെ? കൊച്ചി. ഈ താലൂക്ക് എങ്ങനെ? 30 ദിവസം കാണും. കാണും. കൊള്ളാം. സാധനം കയ്യിലല്ല. ആരെയാണ്? ദർശനയാണ്. അതാണല്ലേ, ഞാൻ അങ്ങനെ സീരിയലൊന്നും കാണാറില്ല. പക്ഷെ ഇത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾ ആ ഉമ്മപ്പെണ്ണിനെ സംസാരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനിയും ഇതെങ്ങനെയാണ് സാധിക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച്? നമുക്ക് തുടങ്ങിയാലോ? അല്ല, പെട്ടെന്നൊരു തൂങ്ങി വരണമെന്ന് വിട്ടു, പിന്നെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റും. സിവിലാണ്. ഗോപാലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ചേമ്പില്ലാത്തടൊന്ന് കുഴിച്ചു നോക്കും. പുഴയിൽ നിന്ന് കിട്ടിയ നേപ്പാളി എന്ന് സംശയിക്കുന്ന യുവതി എ പോസിറ്റീവ്, ആത്മഹത്യ ചെയ്ത തമിഴ് യുവാവ്. ഈ ചേമ്പൊക്കെ പെട്ടെന്ന് വളരില്ലേ? റോഡിൽ നിന്ന് കിട്ടിയ അന്യ സംസ്ഥാന തൊഴിലാളി. രവിപുരം തോട്ടിനടുക്കുന്ന കിട്ടിയ വയോധികൻ. ശരി, ബോഡി കിട്ടുന്നവരെ കുഴിച്ചാൽ മതി. ഓൾറെഡി 10-30 കുഴി കുഴിച്ച് കഴിഞ്ഞു സാർ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുഴിക്കാം. സാറ് കുഴിക്കൊന്നും വേണ്ട, ഞാൻ കുഴിക്കാടാ. കുഴിച്ചാരാടാ? പിഴിഞ്ഞുണ്ടാക്കാൻ പറ്റ പാടൻ എനിക്ക് അറിയാം സാർ. എടുത്ത് മൂർച്ചിട്ടങ്ങ് പിഴിഞ്ഞാൽ മതി. ബോഡി മഴയെ തൊലിച്ചു പോയിരിക്കൂ. എന്താ ബിലാല്? പെട്ടെന്ന് ശരിയല്ലേ? സാർ ഒരു കാര്യം പറഞ്ഞോട്ടാ, നല്ല വെള്ളം കയറുന്ന സ്ഥലമാണ് സാറേ. അപ്പം നല്ല ആഴത്തിലല്ല കുഴിച്ചിട്ടെങ്കിൽ ബോഡി വെള്ളത്തിൽ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല കുത്തൊലിപ്പല്ല സാറേ. പൊക്കമൊക്കെ കഴിഞ്ഞതാ, ബോഡി എങ്ങാനും ഒലിച്ചു പോയെന്നൊരു സംശയം ഇല്ലാതില്ല. പണിയായല്ലോ സെബാസ്റ്റ്യാ. കൊടയാണോ സാറേ? അല്ല, ബോഡി എന്തായാലും കിട്ടും സാർ. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ പാലയിൽ വർക്ക് ചെയ്തിരിക്കണം. ഞാൻ ദിലീപേട്ടനെ ഏൽപ്പിച്ചു. മാഡം കാറിലിരുന്നോ, നമ്മൾ വിളിച്ചോളാം. നല്ല മഴയല്ലായിരുന്നു ഇപ്രാവശ്യം മാഡം, അതുകൊണ്ടാണ് ബോഡി കിട്ടാൻ താമസിക്കുന്നത്. മാഡം വണ്ടിയിൽ വെയിറ്റ് ചെയ്തോളൂ. ബോഡി മിസ്പ്ലേസ് എങ്ങാനോ ആയോ? മാഡം ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. വന്നേ സർ. മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. ഓക്കേ സർ. മാഡം കാമറാണോ? സാർ തപ്പിയെടുത്ത് തരും. സത്യം പറ മാഡം. മാഡം കാറിലേക്ക് ബോഡി കാണാതായോ? ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല. ഇല്ല, വിറ്റോ നിങ്ങള്? കാണിച്ചു പോലും തന്നില്ലല്ലോ. മാഡം, അത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അല്ല. നിങ്ങൾ പോലീസിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? സാറേ, നമ്മൾ വിറ്റോന്ന്. മാഡം, ഞങ്ങൾ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുക, അത് കുഴിച്ചെടുത്ത് തരും. നിങ്ങൾ അവിടെ പോയി നിരിക്കുവോ ദേവിയത്? വിക്കറ്റ് കുഴിമാതാൻ ഞങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മാഡം? എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരം ചേമ്പുകുഴി കിട്ടിയോ? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ചേമ്പുള്ളടത്തെല്ലാം കുഴിച്ചോ? തനിക്കറിയാവോ? തനിക്ക് ഓർമ്മയുണ്ടോ എവിടെ കുഴിച്ചിട്ട്? ഞാനല്ലേ. എന്നിട്ട് എവിടെ? അയാളെ തെറി പറയാനല്ല എന്റെ പരിപാടി. പോയി കുഴിക്ക് ചെല്ല്. ആ ചേമ്പിന്റെ ഏരിയയിലാണ് സാർ. ബോഡി എവിടെ? സാറ് നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ മഴയത്ത് ഒലിച്ച് അറബിക്കടലിൽ സാറേ. നെഞ്ചുവേന എന്ന് ഫോൺ വരുന്നവരെ ഞാൻ ഉണ്ടായിരുന്നു. താൻ മുഴുവൻ നിന്നല്ലോ എന്നോട് പറഞ്ഞത്. താൻ എന്നോട് കള്ളം പറയുന്നു. താൻ കള്ളം പറയുന്നോളൂ എന്നോട്. തെറ്റ് ചെയ്തിട്ടില്ല. എസ് ഐ ഇല്ലാതെ ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് കാശും എടുത്തു കൊടുത്ത എല്ലാ അവസാനം അയാളുടെ തലയിലായി. അവസ്ഥയാണ്. വെയിറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വിളിക്കാൻ പറ്റില്ലേ? സൂസൻ ബോബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. തന്റെ അച്ഛന്റെ തൊഴിലെന്തരായിരുന്നു? The petitioner in this case, your lordship. The petitioner is 34-year-old woman desperately running from pillar to pole in order to 34-year-old woman-ഓ? 45 ആദ്യം പറഞ്ഞു. ഇവിടെ പോലീസിന്റെ ഒരു പ്രഹസനം മാത്രമാണ് നടന്നിട്ടുള്ളത്. കേസ് അന്വേഷിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രേതം ഏതൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിന് വിൽപ്പന നടത്തിയതായിട്ടാണ്. Union of India 1989. Your lordship, this is clearly habeas corpus. ശവം പ്രൊഡ്യൂസ് ചെയ്യാതെ ചർച്ച ഒരിക്കൽ പോകുന്നു. അല്ല, എന്റെ സംശയം, how can a writ be filed for a dead body in habeas corpus petition? പിന്നെ ആ ശവം
എവിടെ കൊണ്ടെഴുന്നള്ളിച്ചാലും ഞങ്ങൾ വന്ന് കണ്ടോളാം. നിങ്ങൾ പോലീസുകാരന്മാരെ പോലെയല്ല, ഞങ്ങൾ അഡ്വക്കേറ്റുമാർക്ക് മിനിമം റെസ്പെക്റ്റെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാ, സാറിന് ഉറപ്പാ. ഉറപ്പായാ പോരാ, തെളിയിക്കണം. തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ PPക്ക് ഹാജരാക്കാനുണ്ടോ? ഗ്രേവേഡ് മാർക്ക് ചെയ്തതോ റിപ്പോർട്ടോ അങ്ങനെ ആക്ച്വലി ദിലീപ് സേട്ട് ആ മോതിരം മുക്കിയായിരുന്നു, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ശരിയാ. രാംകുമാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 2012. ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ് ഇൻ ദ നെക്സ്റ്റ് പോസ്റ്റ്. പോലീസ് പറയുന്ന അതേപടി ഏറ്റുപറയലല്ല PPയുടെ പണി. ബീങ് തന്റെ യൂണിഫോം എവിടെ? യൂണിഫോം ഇല്ലാതെ കോടതിയിൽ വന്നതിന് 10,000 രൂപ കെൽസിൽ പിഴ അടക്കണം കേട്ടോ. വെഡിങ് ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴി സൈലൻസ്. അല്ല, ഉത്തരവാദിത്വം പോലീസിന് മാത്രമാണ്. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ തുടരന്വേഷണത്തിനും നടപടിയെടുക്കുന്നതിനും ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തും. സാറേ, അവള് പുലിയാട്ടാ. ഈ പ്രായത്തിലൊക്കെ IPS കിട്ടുകയെന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം വന്നിട്ട് ഡയറക്ടർ, പിന്നെ സാറാ ബോഡി. അതുപോലെ ചായ കുടിക്കാനോ അരി പഠിപ്പിക്കാനോ എല്ലാം പോയതായിരിക്കും. ഈ ജാതി വർത്താനം പറഞ്ഞാൽ അർത്ഥേക്ക് ചെന്നാലേ അവരെടുത്ത് ഉടുക്കും, പിഴിയും. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മാഡം. എങ്ങനൊന്നും ആശവം ചീഞ്ഞളിഞ്ഞിരിക്കുക. ശവം എന്ന് പറയരുത്, പ്രേതം. അതാണ് കറക്റ്റ് യൂസേജ്. യു ഷുഡ് ബി മോർ റെസ്പെക്ട്ഫുൾ ടു ദി ഡെഡ് ബോഡി കേട്ടോ. എല്ലാം തീർത്ത് ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വെച്ചു. 3 ദിവസം ഐഡന്റിഫിക്കേഷനും വെച്ചു. പെണ്ണുമ്പിള്ള ഉൾപ്പെടെ. പെണ്ണുമില്ല, സോറി, ആ സ്ത്രീ, യുവതി, വനിത, ആ കൊച്ചു മാഡം സൂസന്ന, അവരുടെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കാണാൻ സമ്മതിച്ചില്ല എന്നൊക്കെ മൊഴിയിലുണ്ട്. അവരുടെ ഹസ്ബൻഡ് ഡൈ യൂസ് ചെയ്തിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ പ്രേതത്തിൽ ഡൈയുടെ ട്രേസ് ഒന്നും ഇല്ലായിരുന്നു. അത് ആ റിപ്പോർട്ടിലുണ്ട്. ഹെയറിന്റെ റൂട്ടിലെങ്കിലും അത് കാണേണ്ടതാണ്, പക്ഷേ ഇല്ലായിരുന്നു. മാസത്തോളം ഹെയർ ഡൈ ഉപയോഗിക്കാത്ത ഒരാളുടെ ഹെയർ ഡൈയുടെ പ്രസൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? മാം, ആ ഫോളിക്കൽ ടെസ്റ്റിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ആ റിപ്പോർട്ടിലുണ്ട്. സാർ സ്റ്റേഷനിലില്ലായിരുന്നു, എവിടെ ആയിരുന്നെന്ന് പറഞ്ഞാൽ മതി. മാഡം ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയതാ. ഡ്യൂട്ടി ടൈം ആയിരുന്നു, പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ആയിരുന്നു. തന്നെ 20ഓളം കേസുകൾ ഒരു മാസത്തിൽ വരാറുണ്ട്. എല്ലായിടത്തും ഇതേ പ്രൊസീജിയറാണ് മാഡം ഫോളോ ചെയ്യാറുള്ളത്. പൊതു ശ്മശാനത്ത് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ മകളുടെ അമ്മയ്ക്ക് നെഞ്ചുവേദന. അത് ഒരു ഹോസ്പിറ്റൽ എമർജൻസി മാഡം. പുതയ്ക്കാറുള്ളത് ഗോപാലനാണ്. അന്നും ഗോപാലൻ തന്നെയാണ് പുതച്ചത്. നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ സാക്ഷിയാണ്. താങ്കൾ എവിടെയായിരുന്നു മാഡം? ആദ്യം ബോഡി കണ്ടപ്പോഴാണോ അത് പിന്നീട് കുഴിച്ചെടുത്തപ്പോഴാണോ അവർ ബോഡി രണ്ടാമത് അന്വേഷിച്ച് വന്നപ്പോഴാണോ? എനിക്ക് ഇവൻ്റെ എന്താണെന്ന് മനസ്സിലായില്ല മാഡം. ഇതിലേതെങ്കിലും സംഭവം നടക്കുമ്പോൾ താങ്കൾ ഉണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല മാഡം. ഇതെന്താ താടിയൊക്കെ ആയിട്ട്? അറിയാറില്ല, അതിന്റെ ചെറിയൊരു കണ്ടിന്യൂറ്റിയിലാണ്. തന്റെ അഭിനയൊന്നും ഇവിടെ വേണ്ട, നാളെ ഷേവ് ചെയ്ത് വന്നിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലായോ? അയ്യോ മാഡം, ഈ ഷെഡ്യൂൾ ചെയ്യാൻ 2 ദിവസം കൂടി. പൂക്കൾക്കറിയാറില്ല, അവൾ ഒട്ടും മിസ് ചെയ്യാറില്ല. സാറി താടിയില്ലേ, സാൾട്ടം പേപ്പർ താടി നന്നായിട്ടുണ്ട്. റൊമാൻറ്റിക് ഹീറോന്നൊക്കെയാണ് അവള് പറയുന്നത്. കുപ്പിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും കുപ്പിയൊക്കെ തന്നെയാണോടോ? അതാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. അതാണ് നമ്മൾ എപ്പോഴും വിജയിച്ച് നിമിഷം പറഞ്ഞു അത് അവരുടെ ഹസ്ബൻഡിന്റെ ബോഡി അല്ലെന്ന്. പിന്നെ വെറുതെ കുത്തിപ്പൊക്കി എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പാവം പ്രേതവും ഒരു മനുഷ്യനല്ലേ മാഡം? പ്രേതമാണെന്ന് പറഞ്ഞ് നമ്മളതിനെ റെസ്പെക്ട് ചെയ്യേണ്ടെന്നില്ലല്ലോ. മജിസ്ട്രേറ്റിന്റെ ഓർഡറും ഒന്നും വേണ്ടായിരുന്നു. ഈ സെബാസിന്റെ മെന്റർ ഞാനാണ് മാഡം. അയാൾ അമ്മയായിട്ടുള്ള എന്തോ പേഴ്സണൽ ഇഷ്യൂലായിരുന്നു. അതാ നോട്ടിലായിരുന്നു മാഡം. 57 KP ആക്ട്. ഓക്കെ, എന്തോ ഒരു സിനിമ. ഇതിനകത്ത് ഇങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പേപ്പർ കട്ടിങ്ങിൽ 1 സെക്കൻഡ് കാണിക്കുന്നു. 1 സെക്കൻഡ് പോലും ഇല്ല, ഒരു 0.5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 0.25 സെക്കൻഡ് ഇങ്ങനെ ഈ ക്ലിപ്പിങ്സ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള കേസ് ഫയൽസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോ പോയിൻറ്റ്സ് ഒക്കെയാണ്. പിന്നെ എവിഡൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഒരു 3-4 സെക്കൻഡ് ആയിട്ട് നമുക്കത് വായിക്കാനോ ജസ്റ്റ് പ്രോപ്പറായിട്ട് കാണാനുള്ള ടൈമോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടാണ് അവർ സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് കുറേ റീസേർച്ച് ഉണ്ടായിരുന്നു. പിന്നെ സാറ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഫിലിമിൽ ജനറലി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസുകാരുള്ള സിനിമയിൽ ഒരു ജെനുവിൻ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഇൻസിഡൻസിന് ജസ്റ്റിസ് ചെയ്യാറില്ല. അത് മാറിയത് ശരിക്കും ആക്ഷൻ ഹീറോ ബിജു വന്ന സമയത്താണ്. അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു, പോലീസുകാർ തന്നെ പറയാൻ തുടങ്ങിയത്, ഓക്കെ ഞങ്ങൾ ഡെയിലി കടന്നു പോകുന്ന ഇഷ്യൂസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാണ് സിനിമ, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ തോന്നിയിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പല ഇൻസിഡൻസും ഇതേപോലെ റിലേറ്റബിൾ ആണ് കുറേ ആൾക്കാർക്ക്. ഐ തിങ്ക് കുറച്ചുകൂടി ജെനുവിനാണ്. ദാറ്റ് മേക്സ് മോർ സെൻസ്. ഒരു ജനറലി ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പം ഈ സെബാസ്റ്റ്യൻ സാറ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുമല്ലോ.
ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കിത് കൺവിൻസിങ് ആയിട്ട് തോന്നി. ശരിക്കും ഒരു പോലീസുകാരൻ ഇങ്ങനത്തെ കാര്യങ്ങൾ SIക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞ പോലെ. ഒരു പുരുഷപ്രേതം ബറി ചെയ്ത് അതിനെ തിരിച്ച് പൊക്കിയെടുക്കേണ്ട അതിന് കുറച്ച് ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പുള്ളിക്കാരൻ വാലിഡ് ആയിട്ടുള്ള റീസൺ കൊണ്ടാണല്ലോ അത് പൊക്കിയെടുക്കാത്തത്. ദർശനയുടെ ക്യാരക്ടറിന് എന്തോ സസ്സുണ്ട്, ഭയങ്കര സസ്സുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നെ മറ്റേ പുള്ളിക്കാരൻ ബ്രദറല്ലേ, അയാളെ എനിക്ക് കുറച്ചുകൂടെ സസ്. കാരണം പുള്ളിക്കാരി എന്തോ പേടിക്കുന്ന പോലെയുണ്ട് മറ്റേ അയാളെ വെച്ചിട്ട്. സംതിങ് ഇസ് വെരി ഓഫ്. പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ KP Act 57. ഇതൊരു പ്രത്യേകതര സിനിമയാണ്. കാരണം ഈവൻ സിനിമാറ്റോഗ്രഫിയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ക്രോപ്പ് ചെയ്തിട്ടാണ് ഈ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു പാർട്ടിന് മേലിലോട്ട് ബ്ലാങ്കാ. സാധാരണ ഫിലിമിൽ എപ്പോഴും സബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്യുമ്പോൾ അവരുടെ ഒരു എബവ് ദ ഹാഫ് മേലിലായിരിക്കും തലയൊക്കെ വരിക. അത് മിക്കവാറും എല്ലാ സിനിമയിലും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ തിരിച്ചാ, തലയെല്ലാം താഴെയാണ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് പോർഷൻ ഓഫ് ദ മൂവി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ക്രോപ്പായിട്ട് പോയിട്ടുണ്ടാവും. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് ചെയ്യണമായിരുന്നു. പക്ഷേ ജനറലി മോസ്റ്റ് മൂവീസിനും തല ഹാഫിന് മേലിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രോപ്പ് ഇട്ടേക്കണേ. പിന്നെ കരച്ചിലും വിളിയുള്ള സമയത്ത് മറ്റേ ലോഫായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മറ്റേ ബീച്ച് ഉണ്ടല്ലോ, ആ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ കണ്ടന്റ് ഉണ്ട്, കുറേ റീസെർച്ച് നടന്നിട്ടുണ്ട് ഈ കഥയ്ക്ക് വേണ്ടി. കാരണം ഫാസ്റ്റായിട്ട് ഈ ലോ പോയിന്റ്സ് പറയുന്നതും ഇപ്പോൾ ഈ കോൺവെർസേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. നമ്മുടെ ആട്ടം സിനിമ പോലെ, ഐ തിങ്ക് ആട്ടം ആരോ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് തുടങ്ങിയപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഈ കോൺവെർസേഷൻ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ എങ്ങനെ കോൺവെർസേഷൻസ് നടക്കും അതേപോലെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ഈ എന്താ പറയുക, നമ്മൾ കാണുന്ന ഒരു ആവറേജ് ഫിലിമിൽ, ഒരു സൂപ്പർ ഹീറോ, ഒരു ഹീറോ ഉള്ള ഫിലിമിൽ ഡയലോഗൊക്കെ സിനിമാറ്റിക് ഡയലോഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും മാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പറയുന്ന പോലെയായിരിക്കും പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് റിയലിസ്റ്റിക് സിനാരിയോയിൽ എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ആക്ഷൻ ഹീറോ ബിജുവായിട്ട് കുറച്ചൊക്കെ തോന്നിയിട്ട്, അത്രയത്തില്ല എങ്കിൽ കൂടിയും കുറേ കാര്യങ്ങൾ സിമിലറായിട്ട് തോന്നി ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ആരുടെയും കുറ്റമല്ല ഇവിടെ നടക്കുന്ന കാര്യത്തിൽ, നോബഡി ഈസ് റെസ്പോൺസിബിൾ. എല്ലാവർക്കും അവരുടേതായ ഫ്ലോസ് ഉണ്ട്. ജഗദീഷിൻ്റെ കേസിലാണെങ്കിൽ പുള്ളിക്കാരൻ മോതിരം എടുത്തു, അത് മാത്രമേ അയാൾ ചെയ്തുള്ള തെറ്റുള്ളൂ. ബാക്കിയെല്ലാം മേളിൽ നിന്ന് വരുന്ന ഉത്തരവ് ഫോളോ ചെയ്താണ്. ഒരു തെറ്റും ചെയ്യാത്ത മറ്റേ ഓറഞ്ച് ജ്യൂസ് കൊണ്ട് നടക്കുന്ന പുള്ളിയാണ്. റൈറ്റ്, സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് ഓറഞ്ച് ജ്യൂസ് മേടിക്കാൻ വേണ്ടി പോയി നാരങ്ങ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ മറ്റേ അലക്സാണ്ടർ സാറിന് കുറേ പ്രശ്നങ്ങളുണ്ട്. വെറുതെ കത്തി പറയുക, ഡ്യൂട്ടി ടൈമിൽ പോയിട്ട് വേറെ സെറ്റപ്പിന് പോവുക, പഴയ ക്രിമിനൽസിൻ്റെ വീട്ടിൽ പോയിട്ട്. അലക്സാണ്ടർ സാറിന് കുറച്ച് പണി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എന്നാലും അയാൾ റൂൾസൊക്കെ കുറേയൊക്കെ ഫോളോ ചെയ്തു, അത് പോരാ. പിന്നെ മറ്റേ ആൾ സിനിമ ആയിട്ട് നടന്നിട്ട് എവിടെയും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമുക്കിവിടെ വ്യക്തമായിട്ടുണ്ട്. ആ ഒരു ഫ്ലോസ് എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ പുരുഷപ്രേതത്തിൽ എന്തോ സംതിങ് ഇസ് വെരി ഓഫ്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം. വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ളൊരു ഫിലിം. ദാൽ വെയിറ്റ് ഫോർ പാർട്ട് 1 ഓഫ് ദിസ് റിയാക്ഷൻ. എന്താണെന്ന് നമുക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇത് എവിടെ എത്താത്തൊരു ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. നമുക്ക് വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ നെക്സ്റ്റ് പാർട്ട്. And yeah, that'll be it for this reaction. I'll catch you on the second part of Purusha Prayadam. Until I see you guys next week. Good night and bye.